അസ്സലാമു അലൈക്കും. അക്ഷരപ്പുലരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതുവരെയുള്ള എപ്പിസോഡിൽ ഞാൻ കഥകളായിരുന്നു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇന്ന് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജോണറായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വായന ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വായനയിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് നമുക്ക് വായിക്കണം പക്ഷേ പറ്റുന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റിയൊരു ജോണറാണ് ത്രില്ലർ. എപ്പോഴും എന്താണ്, എങ്ങനെയാണ്, ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കും, ആ ക്യൂരിയോസിറ്റി. നമുക്കറിയാം മനുഷ്യൻ്റെ ഉള്ളിലെ ഏറ്റവും ഉറങ്ങിക്കിടക്കുന്നൊരു ഇമോഷനാണ് ക്യൂരിയോസിറ്റി. അപ്പോൾ ക്യൂരിയോസിറ്റിയിലൂടെ നമുക്ക് ആ ഒരു ത്രില്ലർ അല്ലെങ്കിൽ ആ ഒരു ജോണറുള്ള പുസ്തകങ്ങൾ എടുത്താൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ആ ബ്രേക്ക് ഭേദിച്ചുകൊണ്ട് വായിക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് അങ്ങനെയുള്ളൊരു സസ്പെൻസ് ത്രില്ലറാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഒരാൾ എഴുതിയ ഒരു പുസ്തകമല്ല. സുസമസ്യ എഡിറ്റോറിയൽ ടീമിൻ്റെ 8 അംഗങ്ങൾ കൂടി ചേർന്ന് എഴുതിയ ഒരു സസ്പെൻസ് ത്രില്ലറായ നോവലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ നോവൽ അവർ കൂടിച്ചേർന്ന് എഴുതിയിട്ടുള്ളത് ഒരു ചിന്തയുടെ മറവിൽ നിന്നാണ്. ഒരു ചായകുടി സൽക്കാരത്തിൽ നിന്ന് തുടങ്ങിയ ഒരു ചിന്ത, അതിൽ നിന്ന് സമൂഹത്തിൻ്റെ മറവിലൂടെ നടന്നു പോകുന്ന പല കറുത്ത കൈകളുടെയും അടയാളങ്ങളെ തേടിപ്പിടിച്ച് അതിൻ്റെ മുന്നോടിയായി നടത്തി എഴുതിയ ഒരു നോവലാണിത്. ഇത് എഴുതിയിരിക്കുന്നത് ബിജു ജോസഫ് കുന്നമ്പുറം, സജ്ന അബ്ദുള്ള, മഞ്ജു ശ്രീകുമാർ, ആരതി നായർ, പ്രതീർ ബാലകൃഷ്ണൻ, ഹരിഹരൻ പങ്ങരപ്പള്ളി, ഫിനോസ്, ഹരിദാസ് പച്ചേരി. ഇവരുടെ 8 പേരുടെയും മാസങ്ങളായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സസ്പെൻസ് ത്രില്ലർ. ഈ ഒരു സസ്പെൻസ് ത്രില്ലറിൽ കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ ഗൗരവമേറിയതും സമൂഹത്തിൽ പലരുടെയും മുമ്പിൽ കൊണ്ടുവരേണ്ടതുമാണ്. ഇന്ന് നമുക്കറിയാം എല്ലാം പ്രോഡക്റ്റുകളാണ്. എല്ലാം ഉപഭോക്താക്കളും പർച്ചേസ് ചെയ്യുന്ന ആ ഒരു വിധം, കാണപ്പെടുന്ന ആ ഒരു രീതി എല്ലാം നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിൽ, കുറച്ച് മുന്നേയുള്ള കാലഘട്ടങ്ങൾ വരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ സാധനങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് മനുഷ്യരും പ്രോഡക്റ്റായി മാറിയിരിക്കുന്നു. ഇന്ന് നമ്മളും ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ഡാറ്റാസ്, ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മുടെ എല്ലാം ജനനം മുതൽ ഉള്ള കാര്യങ്ങൾ ഒക്കെ ഇന്ന് നമ്മുടെ മോളുകളിലോ അല്ലെങ്കിൽ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലോ പോകുമ്പോൾ നമ്മൾ എഴുതിയിരുന്ന ഡാറ്റ, അതുവഴി നമ്മുടെ ഹോൾ ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റും. ആ ഡാറ്റ എവിടെയാണ് എത്തുന്നതെന്നോ എവിടെയാണത് ചെന്നെത്തുന്നത്, അതിൻ്റെ അന്തിമഘട്ടം എന്താണെന്നോ നമ്മൾക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ഡാറ്റ ശേഖരണം ഇന്ന് മനുഷ്യരെ പോലും കമോഡിറ്റിയായി അല്ലെങ്കിൽ ഉൽപ്പന്നമായി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ മറവിൽ കാണപ്പെടുന്ന ഒരു ക്രൈമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഡാർക്ക് റൂട്ട്സ്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇരുണ്ട വഴികളിലൂടെയുള്ള ഒരു യാത്രയാണ്. നമ്മുടെ മുന്നിൽ ദിവസവും കാണപ്പെടുന്ന മനുഷ്യർ, അവരുടെ ചിന്താഗതികൾ ഇങ്ങനെയാണോ എന്നറിഞ്ഞാൽ നമ്മൾ പോലും സ്തംഭിച്ച് നിന്നു പോകും. അതിനെ ഒരു വെള്ളക്കടലാസ് പോലെ ചിത്രീകരിച്ച് കാണിക്കുകയാണ് ഈ പുസ്തകം എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ്. കാരണം ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം അതീവ ഗൗരവമേറിയതാണ്. ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണ രീതി, ഉറക്കം, നമ്മുടെ ജീവിത വ്യവസ്ഥ എന്നിവയിൽ നമുക്ക് പിടിപെടുന്ന രോഗങ്ങൾ, ആ രോഗത്തിൻ്റെ മറവിൽ നടക്കുന്ന ക്രൈം, എങ്ങനെയാണ് അതിൻ്റെ മറവിൽ നടക്കുന്ന ക്രൈം, ഇന്ന് ഹോസ്പിറ്റലിൽ നടക്കുന്ന ക്രൈം, അതിനെ ചൂണ്ടിക്കാണിച്ച ഒരു നേർചിത്രമാണ് ഈ ഒരു നോവൽ. നമുക്ക് നോവലിലേക്ക് കടക്കാം. 3 വർഷം പഴക്കമുള്ള ഒരു കേസ്. ഇത് എത്തിപ്പെടുന്നത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ നാഗരാജിൻ്റെ കൈകളിലേക്കാണ്. ഈ കഥയിലേക്ക് നമ്മെ വലിച്ചിടുന്നത് ഒരു നിർണായകരമായ ഒരു ആക്സിഡൻ്റാണ്. ഗ്രിഗേറിയൻ സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു ആക്സിഡൻറ്റ്. ഇത് നടക്കുന്നത് വളരെ ലളിതമായ രീതിയിലാണെങ്കിലും പക്ഷേ ഈ കഥയുടെ ഉള്ളടക്കം അല്ലെങ്കിൽ ഈ കഥയെ കൊണ്ടുപോകുന്നത് തന്നെ ഈ ആക്സിഡൻ്റ് ആണെന്ന് പിന്നീട് നമ്മൾക്ക് മനസ്സിലാകും. ഒരു നിർണായക ഘട്ടത്തിൽ ഇത് മാറ്റിമറിക്കുന്നത്, കഥയുടെ രീതി തന്നെ മാറ്റിമറിക്കുന്നത് ഈ ആക്സിഡൻറ്റ് നടക്കുന്നത് ഈ ഡിറ്റക്റ്റീവായ നാഗരാജിൻ്റെ മുമ്പിൽ നിന്നാണ്. പിന്നീട് കഥയെ ചുറ്റിപ്പറ്റി പോകുന്നത് നാഗരാജ് 3 വർഷമായി ഒരു എത്തും പിടിയും കിട്ടാതെ അല്ലെങ്കിൽ ഒരു തുമ്പ് കിട്ടാതെ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കൺമണി മർഡർ കേസുമായിട്ടാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പെൻറ്റോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു ചെറിയ പെൺകുട്ടി അപ്രതീക്ഷിതമായി ആ കുട്ടിയെ കാണാതാവുന്നു. പക്ഷേ പിന്നീട് ആ കുട്ടിയെ കണ്ടുകിട്ടുന്നത് അടുത്തുള്ള ഒരു ഒഴിഞ്ഞ മുറിയിൽ നിന്നാണ്. ദിവസങ്ങൾ നീണ്ടു നിന്ന അന്വേഷണത്തിനൊടുവിൽ കുട്ടിയെ കണ്ടുകിട്ടുമ്പോൾ കുട്ടിക്ക് ജീവനുണ്ടായിരുന്നില്ല. പക്ഷേ പോലീസും
കേസ് അന്വേഷിച്ചവരും വിധി എഴുതി. റൂമിൽ വെന്റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് ശ്വാസതടസ്സമായിരിക്കും മരണകാരണമെന്ന്. പിന്നീട് ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് ഈ കൺമണി മേഡർ കേസ് മറ്റുള്ള കേസുകളുമായി ബന്ധിപ്പിക്കുന്നത് എന്നാണ് ഈ കഥയുടെ സാരം. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആ കുഞ്ഞ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, ഈ കൊലയാളിയുടെ ഉദ്ദേശം എന്താണ്, ഈ കൊലയാളിയുടെ കൈയുടെ പിന്നിലെ രഹസ്യം എന്താണ്, ഇങ്ങനെ പല ചോദ്യങ്ങളും ബാക്കി നിർത്തി കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ കഥ നേരെ മുന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും പല കഥാപാത്രങ്ങളും ഇതിൽ വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട്. നമ്മൾ പറയാറില്ലേ, ദൈവത്തിൻ്റെ അത്ഭുതം അല്ലെങ്കിൽ കുറ്റവാളി അറിയാതെ ഉപേക്ഷിക്കുന്ന ചില ഹിൻഡുകൾ. അതായിരുന്നു ഗ്രിഗേർ സ്ട്രീറ്റിലെ ആക്സിഡൻറ്റ്. ഇതിൽ പിന്നീട് വഴിതിരിവാകുന്നതും ആ ആക്സിഡൻറ്റ് തന്നെയാണ്. ആ ആക്സിഡൻറ്റ് വളരെ നിസ്സാര മട്ടിലാണ് ആ ആക്സിഡൻറ്റ് കഥയിൽ ചിത്രീകരിക്കുന്നത്. നമുക്ക് ആ ആക്സിഡൻറ്റിൻ്റെ സീനിലേക്കൊന്ന് പോകാം. നാഗരാജ് ഗ്രിഗേർ സ്ട്രീറ്റിലെ ഫുട്പാത്തിലൂടെ നടന്നു. അയാൾ അല്പം ലെജൻഡറി ഹെയർ സ്പാനിൽ നിന്നും അയാൾക്ക് വേണ്ടത് കിട്ടിയിരുന്നു. താൻ അന്വേഷിക്കുന്ന കേസിൻ്റെ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ കുറച്ച് മുടിനാരുകൾ. അപ്പോൾ ഈ വരിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നാഗരാജ് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ ആലോചനയിൽ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നാഗരാജ് ഗ്രിഗേർ സ്ട്രീറ്റിലെ ക്രോസിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപാണ് സീബ്ര ക്രോസിങ്ങിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വാഹനം തൻ്റെ മുന്നിൽ പോയ ഒരാളെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. തെറിച്ചുപോയ ആൾ ഒരു പോസ്റ്റിൽ അടിച്ച് നിലത്ത് വീണു. അരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് അടിച്ച് കാർ പാഞ്ഞു കയറി. അദ്ദേഹത്തിൻ്റെ മേലിലൂടെ ആ കാർ പാഞ്ഞു കയറി. ഇത്രയും വലിയൊരു സംഭവം അവിടെ നടന്നിട്ടും ത്യാഗരാജന് അത് വലിയൊരു വിഷയമായി തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ചിന്തിക്കുന്നതിന് മുമ്പേ അവിടെ കൂടിയിരുന്നവരൊക്കെ ആ ഒരു ആക്സിഡൻറ്റ് സ്പോട്ടിലേക്ക് ഓടിപ്പോകുന്ന ഒരു രംഗമുണ്ട്. പക്ഷെ അപ്പോഴും ഈ നാഗരാജ് എന്ന വ്യക്തിയെ നമുക്ക് കാണിച്ചു തരുന്നത്, കഥയിൽ നമുക്ക് കാണിച്ചു തരുന്നത്, അദ്ദേഹത്തിൻ്റെ കേസിൽ എത്രത്തോളം ചിന്തയിൽ ആഴ്ന്നാണ് ആ കേസ് അന്വേഷിക്കുന്നത് എന്നാണ്. തന്നെ തട്ടിമാറ്റി ജനങ്ങൾ ആ ഒരു ആക്സിഡൻറ്റ് സ്പോട്ടിലേക്ക് മുന്നിട്ട് കയറുമ്പോൾ ആ ഒരു ജനാവലിയിൽ നിന്നും ഒരു പേര് ഉയർന്നു വന്നു, ഡിക്രൂസ്. ഈ ഒരു പേര് കഥയിൽ പിന്നീട് പല സ്ഥലത്തും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ കഥയിലെ പിന്നീട് മുന്നോട്ട് പോകുന്നത് 3 ഫയലുകളിലാണ്. ഒന്ന് റംലയുടെ അനിയൻ്റെ ഒരു കേസ് ഫയൽ, പിന്നീട് സുജിത്ത് എന്ന ആളുടെ ഒരു കേസ് ഫയൽ, പിന്നീട് നമ്മുടെ കൺമണിയുടെ കേസ് ഫയൽ. ഇങ്ങനെ ഈ 3 കേസുകളും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു കഥയിൽ പരാമർശിക്കുന്നത്. ത്വക്ക് രോഗ ആശുപത്രിയിൽ പതിവ് പരിശോധനയ്ക്ക് ശേഷം സുജിത്ത് തിരികെ വീട്ടിലെത്തി. തനിക്കൊരു സ്കിൻ ഡിസീസസ് ഉണ്ടായിരുന്നെന്നും അതിൻ്റെ ചികിത്സയ്ക്കായി പല സ്നേഹമുള്ള കൈകൾ അദ്ദേഹത്തിനെ സമീപിച്ചു. അദ്ദേഹം ആ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വന്നു. ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നതെങ്കിലും എങ്ങനെയാണ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നതെന്നും ഈ കഥ എങ്ങനെയാണ് സുജിത്തുമായി കഥ ബന്ധിപ്പിക്കുന്നതെന്നും ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഈ ആക്സിഡൻറ്റിൻ്റെ പൊരുൾ നാഗരാജ് മറ്റൊരാളെ ഏൽപ്പിക്കുന്നുണ്ട്. മിഡിൽ ടൈം ഗോവിന്ദ് ചന്ദും പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഈ കേസ് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർ കണ്ടുപിടിക്കുന്നുണ്ട് ഏഞ്ചൽ എന്ന ആളും ഡിക്രൂസ് എന്ന ആളും തമ്മിലുള്ള ബന്ധവും എങ്ങനെ ഈ കൊലപാതകം നടക്കുന്നു എന്നുള്ളതും. ഈ കൺമണി എന്ന പിഞ്ചു ബാലികയെ പണത്തിൻ്റെ പേരിലാണ് കൊന്നുകളയുന്നതെന്ന് കൺമണിയുടെ അച്ഛൻ മനസ്സിലാക്കുന്നു. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനവും അയാൾ പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻ്റായ ഏഞ്ചലിൻ്റെ വാഹനവും തമ്മിൽ മാറ്റിമറിച്ച് ഈ ഒരു കൊലപാതകം നടത്തുന്നതെന്ന് വളരെ വ്യക്തമായി അല്ലെങ്കിൽ വളരെ രസകരമായി കഥയിൽ പരാമർശിക്കുന്നുണ്ട്. കൺമണിയുടെ കഥ, അവളെ എന്തിനാണ് കൊന്നത് എന്ന് നിനക്കറിയുമോ സെന്തിൽ എന്ന ആളാണ് കൺമണിയുടെ പിതാവ്. ഈ പിതാവ് അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തന്നെ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മെഡിൽറ്റയോട് പറയുന്നതാണ് ഈ കഥ. ഗ്രിഗേറിയൻ സീറ്റിൽ ഞാൻ ആ ആക്സിഡൻറ്റ് മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ഏഞ്ചൽ തൻ്റെ സ്കൂളിലാണ് പഠിക്കാൻ വരുന്നത്. ആ ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനത്തിൽ വരുത്തിയ ചില ഭേദഗതികളും അതിൻ്റെ മാറ്റങ്ങളും എത്ര മനോഹരവും വ്യക്തവുമായിട്ടാണ് ഈ കഥയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തിൽ നിന്നും എങ്ങനെ ഒരു സാധാരണ വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടുന്നു എന്ന് ഇതിലെ കഥ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കും. ഏഞ്ചലിനെ കൊല്ലുക എന്നത് ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയല്ല, തൻ്റെ പിഞ്ചു കുഞ്ഞിനെ എന്തിനു കൊന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് സെന്തിൽ അവളെ കൊല്ലുന്നത്. ആ ഒരു ആക്സിഡൻറ്റ് വളരെ പ്രീ പ്ലാൻഡ് ആയ ആക്സിഡൻറ്റ് എന്തിനു വേണ്ടിയായിരുന്നു? കഥ മുന്നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും ഭയാനകമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
നന്മയുടെ മറവിലേക്ക് അല്ലെങ്കിൽ നന്മയുടെ മുഖംമൂടി അണിഞ്ഞ് പലരും നമ്മുടെ മുമ്പിൽ എത്തിച്ചേരും. രോഗിയെ സഹായിക്കുന്നതിന് ഫേസ്ബുക്ക് ലൈവിലൂടെയും ഇൻസ്റ്റഗ്രാം ലൈവിലൂടെയും പല കരങ്ങളിലേക്ക് നമ്മെ എത്തിക്കും. ആ ഒരു പണം അല്ലെങ്കിൽ രോഗിയുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്ന പണം പിന്നീട് എങ്ങനെയാണ് ഈ ഒരു മാഫിയ മറിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് മാറുന്നതെന്നും എന്നാൽ അതിനെ നിഷേധിക്കുന്ന രോഗികളെ അവർ എങ്ങനെ ഇല്ലാതാക്കുന്നുവെന്നും ഈ കഥയിൽ വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഡാർക്ക് റൂട്ട്സ്. കാരണം ഇന്ന് നമ്മൾ ഒരു നിസാര പനി വന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ജോസഫ് എന്ന സിനിമയിൽ കാണുന്നത് പോലെ പിന്നീട് നമ്മൾ എങ്ങനെയാണ് ഒരു കൊലയാളിയുടെ കയ്യിലെത്തുന്നതെന്ന് അതിൻ്റെ മറ്റൊരു മുഖമാണ് ഈ ഒരു ഡാർക്ക് റൂട്ട്സ്. ഈ കഥയിൽ ഡിക്രൂസ് എന്ന ആളാണ് രോഗികളായ എല്ലാവരെയും നന്മയുടെ മുഖംമൂടി അണിഞ്ഞ് മറ്റുള്ളവരുടെ ജനങ്ങളിലേക്ക് എത്തിച്ച് എന്നാൽ പൈസ തൻ്റെ അക്കൗണ്ടിലെത്തുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും ഈ വീഡിയോ കാണുമ്പോൾ പൈസ ഇട്ട് കൊടുക്കും. ഈ പൈസ തൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു തുക മാത്രം രോഗിക്ക് കൊടുത്ത് മറ്റുള്ള തുകയെ അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു ഭീമമായ തുകയെ എങ്ങനെയാണ് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതെന്നും എന്നാൽ അത് നിഷേധിക്കപ്പെടുന്ന രോഗികളെ അവർ എങ്ങനെ നിഷ്പ്രയാസം ഇല്ലാതാക്കുന്നുവെന്നും ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ കഥയുടെ അവസാനം ഇതിൻ്റെ ഈ ഒരു ഭീമമായ തുക എങ്ങനെയാണ് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. സുധാകർ ലേനി എന്ന് പറയുന്ന ആൾ സമൂഹത്തിൽ അത്രയും ബഹുമാനിക്കപ്പെടുന്ന ഒരു ജഡ്ജ് കൂടിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ. നന്മയുടെ മുഖംമൂടി അണിഞ്ഞ ആൾ ചെന്നായയുടെ തോലാണ് അണിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന പോലീസുകാരും ഡിറ്റക്റ്റീവും പോലും വളരെ അതിശയകരമായി സ്തംഭിച്ച് നിൽക്കുന്ന ഒരു രംഗമുണ്ടിതിൽ. നമുക്കറിയാം, നമ്മൾ എന്നും കാണപ്പെടുന്ന ഒരു ചിത്രമായിരിക്കില്ല നമ്മുടെ മുമ്പിലെ നന്മ മരങ്ങളുടേത്. ഡാർക്ക് റൂട്ട്സ് എന്ന നോവൽ പറയാൻ ആഗ്രഹിക്കുന്നതും സമൂഹത്തിന് മുമ്പിൽ കാഴ്ചവെക്കുന്നതും നന്മയുടെ മുഖംമൂടി അണിഞ്ഞ ഇത്തരം കൈകളെ എങ്ങനെ നമുക്ക് മാറ്റിമറിക്കാനാവുമെന്നുള്ളതാണ്. കഥയുടെ അവസാനം ആ ഒരു നന്മയുടെ മുഖംമൂടി അണിഞ്ഞവരെ പോലീസിന് മുമ്പിൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുന്നുണ്ട് ഇതിലെ ഡിറ്റക്റ്റീവ്സായ മെഡിൽറ്റയും ഗോവിന്ദ് ചന്ദും നാഗരാജുമൊക്കെ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എത്ര പാവപ്പെട്ടവരാണ് ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് ലൈവിലൂടെയും കോടികൾ നേടിയെന്ന് പിന്നീട് അറിയപ്പെടുന്നത്. പക്ഷേ ആ കോടികളും അല്ലെങ്കിൽ ആ ലക്ഷങ്ങളും അവരുടെ അക്കൗണ്ടിലേക്കാണോ വന്നുപെടുന്നത്? ചിന്തിക്കേണ്ടതിരിക്കുന്നു. ജീവിത ചുറ്റുപാടുകളിൽ നിന്നും പരിസര മലിനീകരണങ്ങളിൽ നിന്നും ജീവിതശൈലിയിൽ നിന്നും നമ്മൾ രൂപപ്പെട്ടു വരുന്ന രോഗങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇങ്ങനത്തെ ഭീമമായ കൈകൾ അല്ലെങ്കിൽ സാന്ത്വനത്തിൻ്റെ കൈകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ രോഗികളും അവരുടെ കുടുംബക്കാരും വിചാരിക്കുന്നത് നമുക്ക് ആശ്വാസമായി അവരെത്തുന്നുവെന്നാണ്. പക്ഷേ അതൊരു ആശ്വാസമാണോ കെണിയാണോ എന്ന് അവർ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. ഒരു പുസ്തകം എഴുതുക എന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ കാണപ്പെടുന്ന അനീതി അല്ലെങ്കിൽ മഹാമാരിയെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നടമാടുന്ന ആരും അറിയാത്ത വിഷയങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി ഒരു നന്മയുടെ മറവിൽ നടക്കുന്ന കറുത്ത കൈകളെ സമൂഹത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള എഴുത്തും ഇതിനെ ചുറ്റിപ്പറ്റി അവർ നടത്തുന്ന അന്വേഷണവുമാണ് ഡാർക്ക് റൂട്ട്സിൻ്റെ ഹൈലൈറ്റ്. യുഎയിലെ പ്രവാസികളായ 8 പേർ ചേർന്ന് എഴുതിയ ഈ ഡാർക്ക് റൂട്ട്സ് നന്മ മരത്തിനെ പിച്ചി ചീന്തുന്ന ഒരു നോവലായി കൂടി ചിത്രീകരിക്കപ്പെടുന്നു. എല്ലാവരും ഇത് വായിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നതും അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഈ ഭീമമായ തുക എങ്ങനെയാണ് ഇവർ രോഗികളെ കണ്ടെത്തുന്ന ടെക്നിക്ക്, എങ്ങനെയാണ് ഇത് ഹോസ്പിറ്റലുമായി കണക്റ്റ് ചെയ്യുന്നത് ഒക്കെ ഒരു നേഴ്സ് കൂടി ആയ ഒരു എഴുത്തുകാരൻ കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലവും അവർ തേടിപ്പോകുന്ന കാര്യങ്ങളുമൊക്കെ എത്രത്തോളം സത്യസന്ധമാണെന്നും നമുക്ക് ഈ നോവലിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഡാർക്ക് റൂട്ട്സ് എന്ന ഈ പുസ്തകം ഞാൻ ബിജുവേട്ടനും കൂടി സമർപ്പിക്കുന്നു. ബിജു ജോസഫ് കുന്നംപുറം. അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ എഴുത്താണ്. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ മഴനീരുറവ, നോവാളുന്നോർ എന്നിവയാണ്. അദ്ദേഹത്തിന് സമസ്യ പ്രഥമ പ്രവാസി അവാർഡും യുവസാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയില്ല. അദ്ദേഹത്തിൻ്റെ ആദരവായി കൂടി ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നു. ഡാർക്ക് റൂട്ട്സ് എന്ന നന്മ മരത്തിൻ്റെ പൊയ്മുഖങ്ങളെ കാണിക്കുന്ന ഈ പുസ്തകം നിങ്ങളുടെ ഈ വർഷത്തെ വായനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ റസീന.